ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഹലോ മലയാളീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് പല കൂട്ടുകാരുമാണ് മെസ്സേജ് അയച്ചും അതേപോലെ തന്നെ കമൻറ്റുകൾ വഴിയൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് ചോദിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി, നമുക്കതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമല്ല, ഞാനത് പ്രധാനമായിട്ടും നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്ക് പറയാം. അതിനുശേഷം എൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എത്ര പ്രയോജനപ്പെടും എന്നെനിക്കറിയത്തില്ല. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പങ്കെടുക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു സ്മാർട്ടായിട്ടുള്ള ഒരാളാണോ, നമ്മളെ കൊണ്ട് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റുമോ. ഉദാഹരണത്തിൻ്റെ ഒരു പാസഞ്ചർ വന്ന്, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആണല്ലോ, അപ്പോൾ ഒരു പാസഞ്ചർ വന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് ക്വിക്കായിട്ട് നല്ല സ്മൈലിയോടെ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവനത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ഉള്ള ഒരു വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂവിൽ. അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും എനിക്ക് ഭയങ്കരമായിട്ട് ഗ്രാമർ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു പേടിയും കൊണ്ട് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഫെയിലാകും. സ്മാർട്ടായിട്ട് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ നല്ലപോലെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ഇൻ്റർവ്യൂ എന്തായിരിക്കും ചോദിക്കുന്നുള്ളൊരു ആദ്യം വന്ന് പേടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇവർ പൊതുവേ നമ്മളെ ഒന്ന് പരിചയപ്പെടുന്ന രീതിയിലായിരിക്കും ആ ഇൻ്റർവ്യൂ തുടങ്ങുന്നത് തന്നെ. ഹലോ, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യത. നമ്മൾ ആ ഒരു കൂളായിട്ടുള്ള ഒരു രീതിയായിരിക്കും പൊതുവേ യൂറോപ്യൻസ് ഇൻ്റർവ്യൂവിൽ. എൻ്റെ അനുഭവമാണ്, ഞാൻ 3 ഇൻ്റർവ്യൂവിൽ കമ്പനിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പൊതുവേ നമ്മളായിട്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം അത് യൂറോപ്പിലെ ഏത് കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ ഇങ്ങനെ ഗമ ഇട്ടിട്ട് കൈയും കെട്ടി പറ കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവർ ഇരിക്കത്തില്ല. അവർ നല്ല കൂളായിട്ടായിരിക്കും ചോദിക്കുന്നത്, അവർ നല്ല സ്മൈലി ആയിട്ടായിരിക്കും. നമ്മളെങ്ങനെ ആൻസർ പറയുന്നോ അതേ രീതിയിലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം, നിങ്ങൾ പഴയ കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മറുപടി പറയുന്നത് അതെങ്ങനെ, പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ, 1-2 വാക്കിൽ ഞാൻ അവിടുന്ന് ആളെ എടുത്ത് ഇവിടെ പോയി എന്ന് പറയാതെ ഞാൻ ഇന്ന കാര്യങ്ങളായിരുന്നു അതിനകത്ത് ചെയ്തിരുന്നത്, ആ ഒരു വണ്ടിയായിട്ട് കയറുന്നതിന് ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഇവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പം ഇവൻ ആ ജോലിയെക്കുറിച്ച് അറിയാമെന്നും ആ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കമ്പനിയിലേക്ക് ഇവൻ കയറിക്കഴിഞ്ഞാൽ നല്ലപോലെ അതെല്ലാം ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്മാർട്ടായിട്ട് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്താൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് എന്ന് കരുതി പേടിക്കാതിരിക്കുക. പിന്നെ സ്മാർട്ടായിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു മനസ്സിലൊരു ചിന്തയോട് കൂടി അറ്റൻഡ് ചെയ്യുക. പിന്നെ എന്തേലും കാരണവശാൽ ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സോറി മാഡം അല്ലെങ്കിൽ സോറി സാർ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ അവരടുത്ത് അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി എനിക്കത് മനസ്സിലായില്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണ്ട, സോറി കേട്ടില്ല അല്ലെങ്കിൽ അത് മനസ്സിലായില്ല എന്നുള്ള ഒരർത്ഥമാണ്, സോറി എന്ന് മാത്രം പറഞ്ഞാൽ അവരത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ സോറി സാർ ഐ ഡോണ്ട് നോ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളോട് ചോദിക്കണം എന്നില്ല, ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാം, അത് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വൈ യു ആർ അപ്ലൈ ഫോർ ദിസ് ജോബ്, നിങ്ങൾ എന്തിനാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ നീ എന്തിനാണ് ഈ ജോലിയിൽ അപ്ലൈ ചെയ്തതെന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ ഇറ്റ് ഈസ് മൈ ഡ്രീം ജോബ് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണോ, നിങ്ങളുടെ കാര്യം എന്താണോ അത് നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. എൻ്റെ കാര്യം ഇറ്റ് ഈസ് മൈ ഡ്രീം ജോബ് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹൗ മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് എ ബസ് ഡ്രൈവർ ഡു യു ഹാവ്,
നിങ്ങൾക്ക് ബസ് ഡ്രൈവറായിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളൂ, ഞാൻ ഇന്ന സാധനം ഓടിച്ചിട്ടുള്ളൂ. അതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പറയാം, ഞാൻ ഓട്ടോമാറ്റിക്കും മാനുവലും ബസ്സൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഔട്ട്സൈഡ് സ്റ്റേറ്റും അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് രീതിയിലുള്ള നമ്മുടെ ലോക്കൽ ബസ്സും ലോക്കൽ ട്രിപ്പും ഒക്കെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നത്തെ കേസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിൽ ഡ്രൈവിങ്? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് കേട്ടോ. നിങ്ങൾ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മൈ പാസഞ്ചേഴ്സ് ആൻഡ് അതർ റോഡ് യൂസേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞ ആൻസർ. അവരുടെ സേഫ്റ്റി നോക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. മൈ പാസഞ്ചേഴ്സ് സേഫ്റ്റി ആൻഡ് അതർ റോഡ് യൂസേഴ്സ് സേഫ്റ്റി, ഇങ്ങനെ ആൻസറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, ഡു യു ഹാവ് എ വാലിഡ് ഡി ലൈസൻസ്? അപ്പോൾ നിങ്ങൾ ലൈസൻസിൻ്റെ കാര്യം എന്നോട് ചോദിച്ചിരിക്കുന്നതാണ്, ഡു യു ഹാവ് എ വാലിഡ് ഡി ലൈസൻസ്? അപ്പോൾ നിങ്ങൾക്ക് ഈ ഡി ലൈസൻസ് എന്താണെന്നുള്ള കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. എ എന്ന് പറയുന്നത് ബൈക്ക്, ബി എന്ന് പറയുന്നത് കാറ്, ഡി എന്ന് പറയുന്നത് ബസ്, സി എന്ന് പറയുന്ന ട്രക്ക്, CE എന്ന് പറയുന്ന ട്രെയിലർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ പിക്ചർ ഇപ്പോൾ കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും കാറ്റഗറീസ് ഏതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ, ഐ ഹാവ് വാലിഡ് ഇന്ത്യൻ ഡി ആൻഡ് ഇൻ്റർനാഷണൽ ഡി ലൈസൻസ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇന്ത്യൻ ലൈസൻസും ഉണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ ഡി ലൈസൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. യെസ് ഐ ഹാവ് എന്ന് പറഞ്ഞ് തുടങ്ങണം കേട്ടോ. യെസ് ഐ ഹാവ് ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ വാലിഡ് ലൈസൻസ് എന്ന് പറഞ്ഞ് തുടങ്ങണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ഇത് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞ കാര്യം പേഷ്യൻസ്, ഹാർഡ് വർക്ക് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. കൂട്ടുകാരല്ല ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞ ആൻസർ ഇതാണ്, എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് എന്താണ് ആൻസർ എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, വേറെ ഒന്നും അവർ ചോദിച്ചില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരത് വൈൻഡ് അപ്പ് ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദി സേഫ്റ്റി പ്രിക്വേഷൻ ബിഫോർ യു ആർ ഡ്രൈവിങ്? അപ്പോൾ വാട്ട് ആർ ദ സേഫ്റ്റി പ്രിക്വേഷൻ ബിഫോർ ഡ്രൈവിംഗ് എന്ന ക്വസ്റ്റ്യന് ഞാൻ പറയുന്നത്, വാക്ക് അറൗണ്ട് ലുക്കിംഗ് ഓൾ ടയേഴ്സ് എന്നാണ്. ഓൾ ടയേഴ്സ് ആൻഡ് ടയർ പ്രഷർ, എനി ഡാമേജ്, അല്ലെങ്കിൽ ആ ടയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കൂട്ടത്തിൽ വേണമെങ്കിൽ ബോഡി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് വരും. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബിഫോർ ഐ ആം സ്റ്റാർട്ടിങ് ദി ബസ് ആൻഡ് ഐ ചെക്ക് ഇൻറ്റീരിയൽ എനി വാർണിംഗ് ലൈറ്റ്, നമുക്ക് എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ് വല്ലതും കാണിക്കുന്നുണ്ടോ, എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അടുത്ത് ഇത് തന്നെ ആയിരിക്കുമോ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. സ്മാർട്ടായിട്ട് നല്ല സ്മൈൽ ചെയ്ത് നല്ല ക്വിക്കായിട്ട് മറുപടി പറയാനായിട്ട് ശ്രമിക്കുക. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നോട് ചോദിച്ചില്ലായിരുന്നു. പല കൂട്ടുകാരും ചിലപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്, ചിലപ്പോൾ ചോദിക്കത്തില്ല. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ അടുത്ത് പല കൂട്ടുകാരും പറഞ്ഞത്, ഇവർ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടായിരിക്കും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് പറയുക, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്നായിരിക്കും പറയുന്നത്. ചിലപ്പോൾ ആദ്യമായിരിക്കും ചോദിക്കുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇത് നിങ്ങൾ ആദ്യം തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷനാണെന്ന് പറഞ്ഞ് പഠിച്ച് വെക്കരുത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ചിലപ്പോൾ രണ്ടാമത്തെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്നാമത്തെ കാര്യം, ചിലപ്പോൾ അവസാനമായിരിക്കും ചോദിക്കുന്നത്. അപ്പം അത് ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനമായിട്ടും എല്ലാ കമ്പനീസും, നിങ്ങൾ യൂറോപ്പിലുള്ള മിക്കവാറുള്ള കമ്പനീസിൽ ഏതെങ്കിലും കമ്പനീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഒരു റോഡ് സൈൻ ഞാൻ എഴുതി വയ്ക്കാൻ വിട്ടുപോയി. പിന്നെ എൻ്റെ അടുത്ത് റോഡ് സൈൻ കൂടെ ചോദിച്ചായിരുന്നു. ഈ ത്രികോണം തിരിച്ചു വയ്ക്കുന്നത് ഗിവ് വേ സൈനാണ്. ഈ നമ്മുടെ ത്രികോണം ഇങ്ങനെ തിരിച്ചു വയ്ക്കുന്നത്, കോൺ തിരിച്ചു വയ്ക്കുന്ന ഒരു സൈൻ, അത് ഗിവ് വേ സൈനാണ്. വാട്ട് ഈസ് ദ മീനിങ് ഫോർ ദിസ് സൈൻ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനത് ഗിവ് വേ സൈൻ, ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഗിവ് വേ സൈൻ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതിനകത്ത് കാണിക്കാം, ഒന്ന് നോക്കിയിരുന്നാൽ മതി കേട്ടോ.
അപ്പോൾ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ഇനി പങ്കെടുക്കുന്ന കൂട്ടുകാരും എല്ലായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഹലോ മലയാളീസ് ആൻഡ് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി എന്നാണ് ടെലഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് ജോയിൻ ചെയ്യുക. ഇതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലും അതേപോലെ മറ്റ് കമ്പനീസിലും ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ, ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഇൻ്റർവ്യൂ പങ്കെടുത്തെടുത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതേപോലെ എന്നോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. മറ്റുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. ശുഭദിനം.